പോലീസായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് സംസാരിച്ചേനെ. ഇത് മറ്റവനാ, സിദ്ധു. കൂടെ അക്ഷരയും നിരഞ്ജനും. എല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്ന് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അവരിവിടെ എത്തൂ? ആരിവിടെ വന്നാലും ദേവികെ പാർവതി ഇവിടെ നിർത്തില്ല മോനെ. എന്റെ മുത്തശ്ശി, അമ്മയ്ക്ക് ആരംഭ ശൂരത്വം മാത്രമേ ഉള്ളൂ. അങ്ങോട്ടൊരു ചാട്ടം ചാടും, അവരിങ്ങോട്ട് ചാടിയ അവിടെ തീർന്നു. ഇത്തവണ അത് തന്നെയാ. ഒരു മരണം നടന്ന വീടല്ലേ മോനെ ഇത്. നമ്മുടെ നിത്യമോള് പോയില്ലേ? ഒരു വഴക്ക് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. വഴക്കുണ്ടാക്കുന്നത് നമ്മളാണോ? അവരല്ലേ മുത്തശ്ശി. അവളല്ലേ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നത്. അത് ശരിയാണോ മുത്തശ്ശി? ഞാൻ വിളിച്ചാലും വരും പലരും, പക്ഷെ ഞാനത് ചെയ്യില്ല. എന്തുകൊണ്ടാ? ഈ വീട്ടിലുള്ള പ്രശ്നങ്ങള് ഈ വീട്ടിലുള്ള തമ്മിൽ തീർക്കണം. മുത്തശ്ശി, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം. എല്ലാം നിത്യയ്ക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. ചെല്ല് അവരെ പുറത്താക്കും മുത്തശ്ശി. ചെല്ലമ്മേ. എന്തു വേണം? എനിക്ക് ഇവരോടൊന്നും സംസാരിക്കണം. നീ ഒന്നും സംസാരിക്കണ്ട. ദേവിക നിനക്ക് രക്ഷിക്കണം, അതാണല്ലോ നിന്റെ ലക്ഷ്യം. നീ എന്തിനാ എത്ര അസ്വസ്ഥനാവുന്നേ? ഇവനോട് ഇറങ്ങി പോവാൻ പറയാമേ. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ ഈ കടലാസിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ നിത്യമോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിലുണ്ട് അവളുടെ മരണകാരണം. എന്റെ കുഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്തു, അതായിരിക്കും അതില്. അല്ല മുത്തശ്ശി, അതല്ല സത്യം. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള സന്മനസ് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ സത്യം അറിയാതെ പോവും. നിങ്ങൾ അറിയാതെ ചതിക്കപ്പെടും. എന്താ എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അത് നിത്യ അവള് മരിച്ചത് അത് ആത്മഹത്യയല്ല, കൊലപാതകമാ. അയ്യോ 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 മോള്. ഞാനത് എങ്ങനെയാ നിങ്ങളോട് പറയുന്നത്? എനിക്കറിയാം നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന്. ഒരു സ്ത്രീ ജീവിതത്തിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്? അതാ നമ്മുടെ നിത്യക്ക് നഷ്ടപ്പെട്ടത്. അത് കവർന്നെടുക്കാനുള്ള ശ്രമത്തിനിടയില അവള് കൊല്ലപ്പെട്ടത്. ഇതില് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്റെ മോളെ, നിനക്ക് തൃപ്തിയല്ലോ അല്ലേ? ഒരു കള്ളക്കഥ വന്ന് ഭംഗിയായിട്ട് അവതരിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമല്ലോ. അയ്യോ, കഥയല്ല, സത്യമാ. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്ക്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. അവര് കേസ് എടുത്തിട്ടുണ്ട്, അവർക്കറിയാം സത്യം. ഞാനിതെങ്ങനെ സഹിക്കും?
ആരായി ദ്രോഹം ചെയ്തത്? ആരും ആവാം മുത്തശ്ശി, ആരും. നീ പറഞ്ഞ സത്യമാണെങ്കിൽ വെച്ചേക്കില്ല ഞാൻ അവനെ. ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല, കൊല്ലും ഞാൻ അവനെ. എന്റെ പെണ്ണിനെ ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. ദേവികെ, ഞാൻ ഇറങ്ങുമോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വിശദമായ അന്വേഷണം ഉണ്ടാവും. പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദേവികയെ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റും, പലതും ചെയ്യാൻ പറ്റും. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അത് നടക്കും. സിദ്ധു, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യണമെന്ന് ശരിക്കൊന്ന് ആലോചിക്കണം. ആരാ എന്താന്നൊക്കെ അറിയാതെ. ആളെ പോലീസ് കണ്ടുപിടിക്കുന്നല്ലേ പറഞ്ഞേ? കണ്ടുപിടിക്കട്ടെ. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ ദേവിക സമാധാനായിട്ടിരിക്കാൻ വേണ്ടത്. ഞാൻ സമാധാനായിട്ടിരിക്കണല്ലേ? എന്റെ അനിയത്തെ പിച്ച് ചിന്തി കൊന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കണല്ലേ? അതിന് ദേവിക മരിക്കണം. അവളെനിക്ക് ആരായിരുന്നു എന്നറിയോ? ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം എത്രയായിരുന്നു എന്നറിയോ? ആരും മറന്നാലും ഈ ദേവിക അതൊന്നും മറക്കില്ല. മറന്ന പിന്നെ ഞാൻ ഇല്ല. എന്റെ അനിയത്തിക്ക് നേരെയല്ല, ഞാനും നിങ്ങളും അടങ്ങുന്ന സകല പെൺകുട്ടികൾക്ക് നേരെ ഇങ്ങനൊരു അക്രമം നടന്നത്. പോലീസ് തരട്ടെ. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിരിക്കും. പേടിക്കണ്ട സിദ്ധു, എന്റെ കടമയെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യണം സിദ്ധു, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ?